ഡോക്ടർ എന്നെ വിളിച്ചു പറഞ്ഞ് പോകുന്നത് വരെ ചെയ്ത് ഇതുപോലെ തന്നെ പറയുന്നത് ഇപ്പോൾ താങ്ങുവാനുള്ള ഇല്ലാതെ. പക്ഷേ എങ്കിലും കാര്യങ്ങൾ അന്വേഷിക്കുകയും ഇവിടെ എന്ത് സംഭവിക്കുന്നുവെന്ന് മിക്കവാറും ചോദിക്കുകയും അറിയുകയും ചെയ്യുവാൻ ബാബ തന്നെ വ്യഗ്രത കാണിച്ചു. ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി കൽപ്പന എഴുതി ഒപ്പിടുമ്പോൾ ബാബയുടെ പ്രത്യേക ഒരു നിർദ്ദേശം ഞാനത് വളരെ ശ്രദ്ധയോടും കൂടെ കണ്ടു. ഒന്ന്, സത്യം അറിഞ്ഞിട്ട് മുഖം തിരിച്ചു നിൽക്കുന്നവരെ അവർക്ക് പ്രാർത്ഥിക്കാൻ മറക്കരുത്. രണ്ടാമത് അവരോട് കൂടെ ചേർത്ത് ബാബ എഴുതുവാൻ വ്യക്തമായി പറഞ്ഞു കൊടുത്തത്, ശാരീരികമായ മക്കളെ ഞാൻ നിങ്ങൾ അകലമാകുന്നെങ്കിലും പ്രാർത്ഥനയിൽ നിങ്ങളോട് കൂടെ ഞാൻ എല്ലാ സമയവും ഉണ്ട് എന്നതിലുണ്ടാകണമെന്ന് പറഞ്ഞു. ഈ പ്രതിസന്ധിയിൽ പരിശുദ്ധ പിതാവ് അത്രമാത്രം നമ്മോട് കൂടെ ആയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് അനുഗ്രഹവും കലവുമാണ്. കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലമായി ഈ സഭയുടെ പ്രതിസന്ധി ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ കിട്ടിയ മറുപക്ഷത്തിന്റെ ഒരു മാഗസിൻ വായിക്കുകയുണ്ടായി. അതിനൊന്നൊരു കാര്യം വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. മണ്ണത്തൂർ പള്ളിയിൽ പൗലോസ് മാറിവാനിയ താമസിച്ചു വരവേ കോട്ടയത്ത് നിന്ന് മാമന്മാക്കളെയും രണ്ടുപേരും ചേർന്ന് മണ്ണത്തൂർ പള്ളിയിൽ വന്ന് കണ്ട് കോട്ടയത്ത് നിന്ന് കാർ അയക്കുമ്പോൾ അതിൽ വന്ന് കത്തോലിക്ക സ്ഥാനത്തേക്കെങ്കിലും അന്നത്തെ തുടക്കപ്പെട്ട അന്തർവിശിഹായിട്ടും കൂടെ ആയിരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതറിഞ്ഞ പാലശ്ശേരി പള്ളിയിലെ മുഴുവൻ വൈദികരും അദ്ദേഹത്തിന്റെ ഞാൻ ആദ്യമായിട്ടാണ് ജനത്തിലുള്ളത് കാണുന്നത്. അദ്ദേഹത്തിന്റെ സ്വന്തം കുടുംബാംഗമായ മഹോന്നതരച്ഛനും അദ്ദേഹത്തിന്റെ രാജ്യക്കാരനായ ഓമ്പാളച്ചനും വരെ ചെന്ന് പൗലോസ് ദിവാനിയോട് പറഞ്ഞ് കോട്ടയത്തേക്ക് പോകുന്നു. അത് പോകുന്നത് ദോഷം ചെയ്യും, അതരുത് എന്നവർ പറഞ്ഞു കൊടുത്തതാണ്. അന്നത്തെ സ്വാധീനത്തിന് വഴങ്ങി അദ്ദേഹം അതിനെ മുതിർന്നുവെങ്കിലും അതിനുശേഷം പലഞ്ചേരിയിൽ വരുവാനും താമസിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. മാത്രമല്ല 1913 ഉടമ്പടിയെ കുറിച്ച് നമ്മളെല്ലാവരും ഇവിടെ പല പ്രാവശ്യം പലരും പ്രസംഗിച്ചിട്ടുണ്ടാകും. ആ ഉടമ്പടി ഉണ്ടാകുവാനുള്ള കാരണം, ആ ഉടമ്പടിയുടെ അർത്ഥസത്ത എന്ന് പറയുന്നത് അന്ത്യോഖ്യ സിംഹാസനത്തോട് ഏതെങ്കിലും തരത്തിൽ മറുതലിപ്പ് കാണിക്കുന്ന ഒരാൾക്ക് പോലും കോലഞ്ചേരി പള്ളിയുടെ യാതൊരു സ്വത്തുക്കളിന്മേലും അവകാശമില്ലെന്ന് മാത്രമല്ല ആ പള്ളിയിൽ കയറി പ്രാർത്ഥിക്കുവാൻ പോലും സാധ്യമല്ല എന്ന് വ്യക്തമായി എഴുതി തിട്ടപ്പെടുത്തിയ രേഖയാണ്. അതിന് വിരുദ്ധമായി ഇന്ന് വരെ പള്ളിയുടെ പൊതുയോഗം ഒരു തീരുമാനമെടുത്തിട്ടില്ല. ഇപ്പോൾ ഉപവാസം കിടക്കുന്ന കുന്നംകുളത്തെ കവലിലേക്ക് പറയുന്നത് അദ്ദേഹം പഠിപ്പിക്കുന്നത് എല്ലാ പള്ളികളിലും പ്രാദേശികമായി തീരുമാനങ്ങൾ ഉണ്ടാക്കി സമാധാനം കൈവരിക്കണമെന്നാണ്. അപ്രകാരം പഠിപ്പിക്കുകയും മറുവശത്ത് തിരിച്ചു ചെയ്യുകയും ചെയ്യുമ്പോൾ ഇതിന്റെ ഉദ്ദേശം എന്തെന്നറിയുന്നു. പക്ഷേ ഇതൊരു ദൈവത്തിന്റെ ക്രമീകരണമാണ്. കാരണം ഈ ദേശത്തു നിന്നാണ് ഈ സഭയുടെ 100 വർഷം പഴക്കമുള്ള പ്രതിസന്ധി ആരംഭിച്ചത്. അത് ഈ ദേശത്ത് വെച്ച് തന്നെ തീർക്കണമെന്നത് ദൈവത്തിന്റെ പദ്ധതിയായതുകൊണ്ടാണ് ഇതുപോലൊരു സാഹചര്യം ഇവിടെ ഉണ്ടായതെന്ന് വളരെ വിനയത്തോടെ ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും ചെയ്യാം. കോലഞ്ചേരിയിൽ നിന്ന് ആരംഭിച്ച് 100 കൊല്ലമായി മലങ്കര സഭയിൽ അങ്ങുമിങ്ങുമായി എല്ലായിടത്തും പ്രതിസന്ധികൾ വളർന്നു വന്നപ്പോൾ അതിനൊരു പരിഹാരത്തിന് വേണ്ടി പല മാർഗങ്ങളും പലരും കണ്ടുപിടിക്കുകയും പറയുകയും ചെയ്തു. പക്ഷേ കോടതി വിധിയിലൂടെ മുഴുവൻ നടപ്പാക്കാമെന്ന്, കോടതി വിധിയിലൂടെ എല്ലാം കൈയാളാമെന്ന് വിശ്വസിക്കുന്നവർ ഈ കോടതി വിധിക്ക് വേണ്ടി, ഈ കീഴ്ക്കോടതിയുടെ ഒരു വിധിക്ക് വേണ്ടി പ്രത്യേകമായി കൃത്യമായി അത് നടപ്പാക്കുവാൻ തക്കവണ്ണമൊന്നും ലഭിച്ചില്ല എങ്കിൽ തന്നെ ഇത്ര ബലം പിടിക്കുമ്പോൾ സുപ്രീം കോടതി പറഞ്ഞതായി സുപ്രീം കോടതിയുടെ വിധിയിലെ ഓരോ ഭാഗങ്ങൾ വെച്ച് നമുക്ക് ഈ സഭയിൽ സമാധാനം ഉണ്ടാക്കാമെന്ന് 1997 ഈ സഭ ആവശ്യപ്പെട്ടപ്പോൾ അന്ന് സുപ്രീം കോടതി വിധി സാധ്യമല്ല എന്നും 34 ഭരണഘടന മാത്രമേ ഞങ്ങൾ സാധിക്കൂ എന്നും അവരൊരുപോലെ വാശി പിടിച്ചതാണ്. 1912 ഒരു കാതോലിക്കായ വഴിച്ച സത്യസഭയിലോട്ട് വേർപിരിഞ്ഞു പോയ ആളുകൾ 1934 ഒരു ഭരണഘടന ഏകപക്ഷീയമായി ഉണ്ടാക്കി. ആ ഭരണഘടന എല്ലാ പള്ളികൾക്കും ബാധകമാണെന്ന് സുപ്രീം കോടതിയിൽ വാദിച്ചപ്പോൾ സുപ്രീം കോടതി പറഞ്ഞത് സഭയ്ക്ക് ആ ഭരണഘടന ബാധകമാണ്. രണ്ടായിട്ട് കാണണം. സഭയ്ക്ക് അത് ബാധകമാണ്. പക്ഷേ ഈ സഭയിലെ ഇടവ പള്ളികളിൽ കക്ഷിയല്ല, ഇടവ പള്ളികൾക്ക് അത് ബാധകവുമല്ല എന്നും അവരെ കേൾക്കാതെ വിധി കൊടുക്കുവാൻ സാധിക്കുകയില്ല എന്നും പറഞ്ഞത് അത് കോടതികളിൽ മറച്ചു പിടിച്ചു. അത് വ്യക്തമായി പറയുന്നതിൽ നാം പരാജയപ്പെട്ടത് കൊണ്ടുമാണ് ഇതുപോലെ വിധി വന്നിട്ടുള്ളത്. അത് വ്യക്തമായി പറയുവാൻ സാധിക്കുന്ന വിധം കോടതിയെ തെറ്റ് മനസ്സിലാക്കിയാൽ തീർച്ചയായും
കോടതി ഈ വിധിയെക്കുറിച്ച് വീണ്ടും പഠിക്കുവാൻ തയ്യാറാണ്. ഇത് ഏതൊരു കോടതി പറയുന്നതിനേക്കാൾ ഉപരിയായി ജനത്തിന്റെ മനസ്സും ചിലവും മനസ്സിലാക്കുവാൻ ഇതിനോട് എല്ലാവർക്കും സമൂഹത്തിൽ സാധിച്ചിട്ടുണ്ട്. ഇന്ന് കോട്ടയത്ത് ഉമ്മൻചാണ്ടിയുടെ വീട് പ്രതിരോധിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ വീട് പ്രതിരോധിക്കുമ്പോൾ മുഖ്യമന്ത്രി ഇവിടെ വന്ന് ഇത് പിടിച്ചു തരുമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പണി എന്ന് പറയുന്നത് ഓർത്തഡോക്സുകാർക്ക് പള്ളി പിടിച്ചു കൊടുക്കുന്നതല്ല. പ്രത്യേകത ഈ രാജ്യത്ത് ഭരണം നടത്തുക എന്നുള്ളതാണ്. ഭരണം നടത്തുമ്പോൾ ആരുടെയും കൈട്ടുകാരി പിടിച്ചു കൊടുക്കുവാനല്ല മുഖ്യമന്ത്രി ആക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രി പോകുന്നത് പുതുപ്പള്ളി പള്ളിയിലാണ്. അദ്ദേഹം ജന്മം കൊണ്ട മെത്രാൻ കക്ഷിക്കാരനാണ്. പക്ഷേ അദ്ദേഹം ഈ രാജ്യത്തിന്റെ മുഖ്യമന്ത്രിയാണെന്നത് മെത്രാൻ കക്ഷിക്കാർ മറന്നുകൊണ്ടാണ് അവിടെ ഉപരോധം നടത്തി അദ്ദേഹത്തെ സ്വാധീനിക്കുവാനായിട്ട് പരിശ്രമിക്കുന്നത്. പക്ഷേ അദ്ദേഹം അതിന് തിരിയുകയില്ല എന്ന് വെച്ച് നമുക്ക് ചിന്തിക്കാം. അനുഗ്രഹിക്കപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം ഒരു കണക്ക് ഇവിടെ കേൾക്കുവാനായിട്ട് വന്നു. 1631 പൊതുയോഗാംഗങ്ങളുണ്ടെന്നായിരുന്നു വീട്ടുകാരെന്നാവില്ല. കാരണം നമ്മൾ 1675 വീട്ടുകാർ നമുക്കുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവർക്ക് ഏതായാലും ആകെ 2000 പേരാണ് ഉള്ളത്. എത്രമാത്രം വീട് വരില്ല. 1675 വീട്ടുകാരുണ്ടെന്ന് യാക്കോബായ സഭ പറയുമ്പോൾ, യാക്കോബായ സഭയ്ക്കുണ്ട് എന്ന് പറയുമ്പോൾ അവർക്ക് 1631 പേരുണ്ടെന്നാണ് അവർ കണക്ക് ഈ അടുത്ത കാലത്ത് പരസ്യപ്പെടുത്തിയത്. ഈ 1631 പേരുണ്ട്. ഇനി അത് വീടാണെങ്കിൽ എങ്ങനെയാകട്ടെ, നമുക്ക് 1675 വീടുണ്ടെന്ന് പറയുന്നു. ഈ സർക്കാരിന് മുൻകൈ എടുത്ത് ചെയ്യുവാൻ സാധിക്കുന്നത്, അതല്ലെങ്കിൽ ഇവിടുത്തെ കോടതികൾക്ക് മുൻകൈ എടുത്ത് ചെയ്യുവാൻ സാധിക്കുന്നത്, രണ്ടുപേർക്കും കണക്കുണ്ട്, രണ്ടുപേർക്കും വലിയ തെറ്റില്ലാത്ത അകസംഖ്യയുണ്ട്. 1631 വീടാണ് അവർക്കുള്ളത് എങ്കിൽ നമ്മൾ തമ്മിലുള്ളതായ വ്യത്യാസം വരുന്നത് 44 വീടിന്റെ വ്യത്യാസമാണ് വരുന്നത്. ഈ 44 വീട്ടുകാർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരിക്കലും പ്രതിസന്ധി ഉണ്ടാക്കേണ്ട. സർക്കാർ ഒരു കണക്കെടുക്കട്ടെ. 44 വീടിന്റെ കുറവാണുള്ളതെങ്കിൽ തീർച്ചയായും കോലഞ്ചേരി പള്ളി നമുക്ക് പൂർണ്ണ മനസ്സോടെ അവർക്ക് കൊടുക്കാം. പക്ഷേ 100 വീടിന്റെ വ്യത്യാസമുണ്ടെങ്കിൽ അവരെന്ത് മറുപടി പറയും? ഇവിടെ ഏറ്റവും വലിയ ഭൂരിപക്ഷമായ ആളുകളെ ഒഴിച്ചു നിർത്തി കണക്കിലും കടലാസിലും മാത്രം രേഖകൾ ഉണ്ടാക്കിക്കൊണ്ട് ഇത് പിടിച്ചടക്കി നിങ്ങൾക്ക് ഞങ്ങൾ ഭിത്തിയിൽ ഇവിടെ വാതിൽ തുറന്നു തരാമെന്ന് പറയുന്ന, അതല്ലെങ്കിൽ ശവക്കോട്ടയിലേക്ക് കയറുവാനും ഒത്തുണ്ടാക്കി തരാമെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അത്രമാത്രം അഹങ്കാരം അവരുടെ മനസ്സിൽ വളർന്നത് എങ്ങനെയെന്നറിയാം. ആ രീതിയിൽ മുൻപോട്ട് പോകുവാനായിട്ട് ബുദ്ധിമുട്ടാണ്. എനിക്ക് ഇത് പറയാനായിട്ട് ഒരു മാനസികമായൊരു ബുദ്ധിമുട്ടുണ്ട്. 1995 ഇത് വളരെ പദ്ധതിയിട്ട് അവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ ചെയ്തതാണ്. 1996 മാർച്ച് മാസത്തിൽ അഭ്യർത്ഥി പിതാവായ ഗ്രിഗോറിയോസ് തിരുമേനി ബഹ്റിനുണ്ടായിരുന്നു. ബഹ്റിൻ പള്ളിയിൽ ഞാനന്ന് വികാരിയാണ്. തിരുമേനി കഷ്ടാനുഭവാഴ്ച ശുശ്രൂഷ കഴിച്ച സമയത്ത് പരിശുദ്ധ പാത്രീസ്താവായ കാട്ടുവാനായിട്ട് ഒമാനിൽ നമ്മുടെ പള്ളിയിൽ, മസ്കറ്റ് പള്ളിയിൽ നിന്ന് പാത്രീസ്താവിന്റെ അടുക്കിലേക്ക് പോകുന്ന മുറുമാക്കിലെ മെത്രാച്ചൻ അന്ന് അവിടെ വന്ന് വണ്ടി ഇറങ്ങി. അന്ന് ഒരുമിച്ച് ഞങ്ങൾ 1-2 ദിവസം ഉണ്ടായിരുന്നു. ആ സമയത്ത് മുറുമാക്കൽ മെത്രാച്ചൻ പറഞ്ഞ ഒരു ഭാഷയുണ്ട്, നമ്മൾ ഇനി ഇവിടെ നിന്നുകൊണ്ട് കളിക്കുക, അകത്ത് കയറി കളിക്കണം, അവിടെ കളിച്ചെങ്കിലേ കാര്യം നടക്കുമെന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് സത്യത്തില് അദ്ദേഹത്തെ നമ്മൾ പറയുമ്പോൾ നമുക്ക് അരിശവും ഇഷ്ടക്കുറവൊക്കെ ഒരുവെങ്കിലും ഇപ്പൊ കളി നടത്തുന്ന അദ്ദേഹമാണ്. ഇവിടെ പൊത്തുണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് അവരെ കാണിച്ച് ഇതുപോലുള്ളതായ ഒരു അവസ്ഥയിലേക്ക് ഓർത്തഡോക്സ് വിഭാഗത്തെ കൊണ്ടുപോയി നിർത്തിക്കുന്നതിൽ മൂവാറ്റുപുഴ സ്ഥാനാർത്ഥികളും മുറുമാക്കനും അവരക്കാര്യത്തിൽ വിജയിച്ചു. ഇനിയും അവർ കുറെ കൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിജയിച്ച് അവരെ വേണ്ടുവഴിക്ക് നടത്തുവാനായിട്ട് സാധിക്കട്ടെ എന്ന് വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു. ഈ സഭയ്ക്ക് തുടരുവാതെ വന്നപ്പോൾ ഇവിടെ നിന്ന് പോയി കിട്ടിയത് അനുഗ്രഹമായി. പക്ഷെ അവിടെ ചെന്നിട്ടും അവർക്ക് വളരെ സ്വകാര്യമായി നിന്നുകൊണ്ട് അവർ ജീവിതത്തിലുള്ളതായ ഒത്താശകൾ ചെയ്തു കൊടുക്കുന്നത് അത് സമൂഹത്തിലൊരു നല്ല സാക്ഷ്യമായിരിക്കുമെന്ന് തോന്നുന്നു. 1997 അദ്ദേഹം പറയുമ്പോൾ എനിക്ക് ആ അവസരത്തിൽ മനസ്സിലായില്ല. പക്ഷേ ഇപ്പോഴത്തെ പ്രവർത്തിക്കുന്നത് തീർച്ചയായും നന്നായിരിക്കുമെന്ന് മനസ്സിലാക്കുന്നു. മൂവാറ്റുപുഴ സ്ഥാനാർത്ഥി മെത്രാച്ചനോട് നമുക്ക് ഇവിടെ നിന്ന് ചോദിക്കുമ്പോൾ മൈക്കിൽ അദ്ദേഹത്തിന് അവിടെ നിന്ന് മറുപടി പറയുവാൻ സാധിച്ചാൽ അത് നമുക്ക് കേൾക്കുവാൻ സാധിക്കും. ഓർത്തഡോക്സ് സഭയിലാണ് ഇപ്പോൾ അദ്ദേഹത്തെ പ്രവർത്തിക്കുന്നത്. ഓർത്തഡോക്സ് സഭയിലെ 5ാമത്തെ കാതോലിക്ക ശരിയായ കാതോലിക്കയായിരുന്നു എന്ന് അദ്ദേഹം ഒന്ന് പറഞ്ഞു കേൾക്കുവാൻ താല്പര്യമുണ്ട്. 1975 ഓർത്തഡോക്സ് സഭയിൽ വാഴിച്ച 5ാമത്തെ കാതോലിക്കയായിരുന്നു മാത്യൂസ് പ്രഥമൻ ബാവ. മാത്യൂസ് പ്രഥമൻ ബാവയുടെ അതേ സമയത്ത് തന്നെയാണ് പൗലോസ് രണ്ടാമൻ ബാവ പരിശുദ്ധ പാത്രീസ് ബാവ വാഴിച്ചത്. പരിശുദ്ധ പാത്രീസ് ബാവ വാഴിച്ച പൗലോസ് രണ്ടാമൻ ബാവയായിരുന്നു, മാത്യൂസ് പ്രഥമൻ ബാവയായിരുന്നു ശരിയായ ബാവ എന്ന് അദ്ദേഹത്തിന് വ്യക്തമായൊരു തീരുമാനമെടുത്ത് പറയുവാൻ സാധിക്കുമെങ്കിൽ അദ്ദേഹത്തിന്റെ പിൻഗാമിയുടെ പിന്നാലെ അവിടെ പോയി ഉപവാസത്തിന്റെ കാര്യം. ഈ ഉപവാസിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പത്രത്തിലെ കാര്യങ്ങളിലൊക്കെ വായിക്കുമ്പോൾ
ഈ ഉപവാസങ്ങൾ പലതരം ഉപവാസമുണ്ട്. 4-5 ദിവസമായിട്ട് അല്ലെങ്കിൽ ഒരാഴ്ചയിൽ കൂടുതലായിട്ട് അദ്ദേഹം ഉപവാസം നടക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേര് മുതൽ ഇങ്ങോട്ട് വന്നാൽ ഈ കാണിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഈ പണ്ടാരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇത് ഒറിജിനലാണോ കുന്നുകളാണോ ചോദിച്ചു കേട്ടു. എന്തറിയാമോ കുന്നുകളെന്ന് പറഞ്ഞിട്ട് അർത്ഥം? എല്ലാ സാധനത്തിന്റെ ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടുന്നില്ല, അതാണ് കുന്നുകുളം. എന്ത് സാധനവും ഒറിജിനലായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുന്ന കുന്നുകുളത്തുകാരെ മിടുക്കരാണ്. അപ്പൊ അതുപോലെ ഒരു കാലം ചെയ്ത ബാബായുടെ പേരിട്ട് നല്ല ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് സാധനം ഉണ്ടാക്കി ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉപവാസമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിരാഹാരം എന്ന് പറയുന്നത് പോലെ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം 6-7 ദിവസമായിട്ട് 10-15 വയസ്സ് പ്രായമുള്ള ഒരാൾക്ക് വേറെ ഒന്നും ചെയ്യാതെ അങ്ങനെ കിടക്കാനായിട്ട് സാധിക്കുന്ന ഒരു രീതി എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം മിക്കവാറും 10-15 വയസ്സാകുമ്പോഴത്തേക്ക് ഷുഗറൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ കിടക്കുന്ന കാര്യം ഇതിനു മുമ്പ് ഒരു കിടന്നിട്ടുണ്ട് ഒരുപാട് പോലെ. അപ്പോ ഇങ്ങനെ കിടക്കുകയും പേടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ട് 100 ദിവസം കഴിഞ്ഞാൽ അദ്ദേഹം ഒന്നും പറ്റില്ല, യാതൊരു അപകടം ഉണ്ടാവില്ല. കാരണം കഴിക്കാൻ മുതൽ കഴിച്ചിട്ടില്ല കിടക്കും. അതുകൊണ്ട് അത് കണ്ട് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. നമുക്ക് ഈ സർക്കാരിനോടും ഈ രാജ്യത്തെ നാനാജാതി മതസ്ഥരായ ആളുകളോടും പറയുവാനുള്ള ഒരു കാര്യം, ഈ ഇടവകയുടെ അവർ കൊണ്ടുവരുന്ന ലിസ്റ്റ് അവർ കൊണ്ടുവരട്ടെ, നമ്മളുടെ ലിസ്റ്റ് നമ്മൾ കൊടുക്കാം. ഇതനുസരിച്ച് വ്യക്തമായ ഒരു പൊതുയോഗം ഇവിടെ നടത്തിയിട്ട് ആ പൊതുയോഗത്തിന്റെ തീരുമാനമനുസരിച്ച് പോകണം. 1989 കോലഞ്ചേരി പള്ളിയിൽ ഒരു പൊതുയോഗം നടന്നായിരുന്നു. 1971 അവസാനത്തെ പൊതുയോഗം നടന്നത്. കെ എസ് സുരേഷ് സാറിന് ട്രസ്റ്റിയായി തിരഞ്ഞെടുത്ത പൊതുയോഗം 1971 നടന്നതാണ്. അതിനുശേഷം പിന്നീട് നടന്നതായിരുന്നു 73 പൊതുയോഗം കൊണ്ടുപോകാൻ വന്ന് ഈ സഭയുടെ വിഷയത്തിൽ തല്ലിപ്പിരിഞ്ഞതാണ്. 1989 കോലഞ്ചേരിയിൽ നടന്നതായ പൊതുയോഗത്തിൽ വെച്ച് ആ പൊതുയോഗം അന്നത്തെ റിസീവറുടെ അധ്യക്ഷതയിൽ നടത്തുവാൻ കൊണ്ട് ക്രമീകരിച്ചു. ആ പൊതുയോഗത്തിൽ പാത്രീസ് കക്ഷിക്കാർ മാത്രം പങ്കെടുത്തു. റിസീവറുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ എന്തെങ്കിലും സംസാരിക്കുവാൻ ഭൂരിപക്ഷമില്ലാത്തതുകൊണ്ട് ഭയപ്പെട്ടവർ ഏകപക്ഷീയമായി മാറുന്നു. അങ്ങനെ മാറുന്നത് നടത്തിയ പൊതുയോഗമല്ലാതെ ഇന്നുവരെ ഒരുമിച്ച് പള്ളിയുടെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ ഒരു പൊതുയോഗം നടത്തുവാൻ ഒരു തയ്യാറായിട്ടില്ല. ഈ 1631 പേരുണ്ടെന്ന് പറയുന്ന പൊതുയോഗത്തിൽ കോലഞ്ചേരി പള്ളിയിൽ കഴിഞ്ഞ ദിവസം ഓർത്തഡോക്സ് വിഭാഗം പബ്ലിഷ് ചെയ്ത് അവർ നടത്തിയതായ പൊതുയോഗത്തിൽ സംബന്ധിച്ചത് 300-ൽ താഴെ ആളുകൾ മാത്രമാണ്. 300-ൽ താഴെ ആളുകളാണ് ഈ ഇടവകയിൽ കോലഞ്ചേരി പള്ളിയിൽ അവർക്കുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് അവർ കൊട്ടിഘോഷിച്ച് നടത്തിയതായ പൊതുയോഗത്തിൽ അത്രയും ആളുകൾ മാത്രമാണ് സംബന്ധിച്ചത്. 216 പേരാണ്. 300-ൽ താഴെയാണ് 216 ആളുകളാണ് കഴിഞ്ഞ പൊതുയോഗത്തിൽ സംബന്ധിച്ചത്. ഇവിടെ നമ്മുടെ പൊതുയോഗം നടത്തുമ്പോൾ 1500 പേരല്ല 3000 പേരെ നമ്മുടെ ഭാഗത്ത് നിന്ന് നമുക്ക് അവിടെ കാണിച്ചു കൊടുക്കുവാൻ സാധിക്കും. ഈ ഇടവകയിലെ ആളുകൾ മാത്രമായിട്ട് നമുക്കതിന് പുറത്തുനിന്ന് ആളെ കൊണ്ടുവരേണ്ട കാര്യമില്ല. ഇതിപ്പോ ഇന്ന് 2 ഞായറാഴ്ച രാവിലെ ഞാനിപ്പോൾ അതിലെ പോയതിപ്പോൾ അവിടെ ഒരു ജാഥ നടക്കുന്നു. അപ്പൊ എനിക്ക് മുഖപരിചയമില്ലാത്ത ആളുകൾ കാണുമ്പോൾ അറിയുവാൻ സാധിക്കും. കോലഞ്ചേരിക്കാരെ ആരെയും കണ്ടില്ല, കോലഞ്ചേരിക്കാരെ ആരെയും വഴിയിൽ കണ്ടില്ല. ഈ കൂടെ നടക്കുന്നതെല്ലാം പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യുന്ന ആളുകളാണ്. മറ്റൊരു വാർത്ത ഞാനിപ്പോൾ കേൾക്കുവാൻ സാധിച്ചത് സെമിനാരിൽ നിന്ന് പിള്ളേരെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നത് കോലഞ്ചേരി കോളേജിലാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ പിള്ളേർക്ക് കോളേജിൽ താമസിക്കാം. ഇത് കോലഞ്ചേരി പള്ളിയുടെ കോളേജാണ്. ഇവിടെ നമ്മുടെ യൂത്തിലെ പിള്ളേർ വൈകുന്നേരം ആകുമ്പോൾ നിങ്ങൾ ഈ മുറ്റത്തെ കിടന്ന് വിഷമിക്കാതെ മക്കളെ കോലഞ്ചേരി കോളേജിലോ അല്ലെങ്കിൽ ആശുപത്രിയിലൊക്കെ നമുക്ക് പോയി താമസിക്കാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു കോലഞ്ചേരി കോളേജ് നമ്മളോട് താമസം നടത്തുന്ന എല്ലാവരും കൂടെ ആശുപത്രിയിൽ പോയി താമസിക്കില്ല, അതായിരിക്കും നല്ലത്. പക്ഷേ അത് ഒരു ഏകപക്ഷീയമായ രീതിയാണ്. കോലഞ്ചേരിയിലെ മുഴുവൻ സ്കൂളും കോളേജും എല്ലാം ഞങ്ങളുടേതാണ്. അവിടെ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അതൊന്നും ഇനി അനുവദിക്കാൻ സാധിക്കുകയില്ല. ഇതിപ്പോൾ തന്നെ അവർ പറഞ്ഞു കഴിഞ്ഞു, ഇത് ഞങ്ങൾ ആദ്യപടിയാണ്, ഇനി ഞങ്ങൾ കോതമംഗലത്തേക്കാണ് പോകുന്നത്. അപ്പൊ അവർക്ക് ആദ്യം മണറാടി എന്ന് നോക്കി, അവിടെ അത് പറ്റാതെ നോക്കി, ഓരോ സ്ഥലം നോക്കി. ഇപ്പൊ ഇതൊരു തന്ത്രമായി കൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്ത് നിയമസമാധാനം ക്രമസമാധാനം ഇല്ലാതാക്കുവാൻ തക്കവണ്ണം തീരുമാനിച്ചുറച്ച് മുൻപോട്ട് പോകുന്ന വളവിനുമില്ലാത്ത ഒരു വിഭാഗത്തിന്റെ ഈ പ്രവർത്തനങ്ങൾക്ക് ഇത് കണ്ടില്ല എന്ന് സമൂഹത്തിൽ നടിക്കുവാൻ സാധിക്കുകയില്ല. നമുക്ക് മാത്രമല്ല, ഈ സമൂഹത്തിൽ ആർക്കും അത് കണ്ടു നിൽക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഇതിന് ശാശ്വതമായൊരു പരിഹാരം വരുത്തേണ്ടിയിരിക്കുന്നു. ഇതിന് ശാശ്വതമായൊരു പരിഹാരം കാണേണ്ടിയിരിക്കുന്നു. മത്സ്യ മക്കളെ, ഞാനിവിടെ കഴിഞ്ഞ 2-3 നാളുകളായിട്ട് ഈ പ്രതിസന്ധികളൊക്കെ വർദ്ധിക്കുന്നതിന് മുമ്പ് ഇടയ്ക്കൊക്കെ നില വരുമ്പോൾ ഞാൻ ഇവിടുത്തെ പിള്ളേരോടും ഈ പള്ളിക്കാരോടും പറയാറുണ്ട്, എൻ്റെ അമ്മയുടെ ഇടവുകയാണ് ഈ പള്ളി, കോലഞ്ചേരി പള്ളി. എനിക്ക് അവിടെ ഒരു വഴിപാട് നടത്താനുണ്ട്. ഞാനിവിടെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ബാബു കേട്ടിട്ടില്ലേ? കേട്ടിട്ടില്ല? കേട്ടിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ അപ്പം ഇവിടെ 2 പേരുടെ അമ്മയുടെ വീടാണ്. എൻ്റെ വഴിപാട് ഞാൻ മെത്രാജനായി കഴിഞ്ഞ 5 ആഴ്ച എനിക്ക് കുർബാനയുള്ളതുകൊണ്ട് പക്ഷെ തിരക്കിനിടയ്ക്ക് സാധിച്ചില്ല.
ഞാനിനി അത് കഴിഞ്ഞ് ഇവിടുന്ന് പോയാൽ മതി എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. എന്റെ വഴിപാട് നടത്താനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് ഈ സർക്കാർ അല്ലെങ്കിൽ ഈ രാജ്യത്തുള്ള ആരും കുന്നുകുളത്തുനിന്ന് വന്ന് താമസിക്കുന്നത് പോലെയല്ല ഇത്. ഇത് ഞങ്ങൾ ജനിച്ചു വളർന്ന നാടാണ്. ഇത് ഞങ്ങളുടെ അമ്മയുടെ ഇടവപ്പള്ളിയാണ്, ബാബായുടെ അമ്മയുടെ ഇടവപ്പള്ളിയാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു കുർബാന ചെല്ലണം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുള്ളൂ. അതുകൊണ്ട് ഇനി എത്ര ദിവസം ഉപവാസം കിടന്നാലും നേരത്തെ നടത്താതെ ഞങ്ങൾക്ക് വേറൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഇടയ്ക്ക് കുളിക്കുകയും തിരിച്ചു വരികയൊക്കെ ചെയ്യും. പക്ഷേ ഇനി കോലഞ്ചേരിയിൽ നിങ്ങളുടെ സാന്നിധ്യം മാറുന്നത് അവിടെ ഒരു കുർബാന ചെല്ലിട്ടാണ്. ഇന്നലെ ആരോ ഒരു അഭിപ്രായം പറഞ്ഞതാണ്, നമ്മൾ കോട്ടൂര് ചെല്ലിക്കോ എന്നിട്ട് അവരിവിടെ ചെല്ലട്ടെന്ന് പറഞ്ഞു. നമുക്കിനി കോട്ടൂരും കോഴിക്കോട്ടും ഒന്നും ചെല്ലേണ്ട കാര്യം. നമുക്കിനി കോലഞ്ചേരി പള്ളിക്കകത്തേ കുർബാന മതി. കോലഞ്ചേരി പള്ളിക്കകത്ത് നമ്മുടെ ഗീതമായിരുന്നു. ഇന്നലെ എത്രയും ബഹുമാനപ്പെട്ട കട്ടാക്ഷനോട് സന്ധ്യാസ്കാരത്തിൽ നിന്ന് പോലീസുകാർ വേണ്ടാന്ന് പറഞ്ഞു. നമ്മൾ പിന്നെ പോലീസുകാർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതനുസരിക്കും. നമ്മളതനുസരിച്ച് ഇനി അവരവിടെ ചെല്ലിക്കൊണ്ട് ഞങ്ങൾ അപ്പുറം ചെല്ലാതെ ഞങ്ങളോട് പറയണ്ട. ഇനി കോലഞ്ചേരിയിൽ എപ്പോൾ ചെല്ലണമെന്ന് പറഞ്ഞാൽ മതി. കോലഞ്ചേരിയിൽ ഇനി ആരെങ്കിലും കുർബാന ചെല്ലുന്നെങ്കിൽ ആദ്യത്തെ കുർബാന അത് നമ്മൾ തന്നെയാണ് ചെല്ലുന്നത്. മറ്റാർക്കും ചെല്ലാൻ അനുവദിക്കുകയില്ല. അത് ഏത് കോടതി വന്നാലും ഏത് കാര്യം വന്നാലും അത് സാധ്യമല്ല. ഇവിടെ 3-ാം മാസവുമായ കബറടക്കിയെന്ന് പറഞ്ഞ പള്ളിയിൽ 3-ാം മാസവുമായ കബറടക്കിയ പള്ളിയാണ്. 6-ാം മാസവുമായ കബറടക്കിയ പള്ളിയാണ് കോലഞ്ചേരി പള്ളി. കബറുടെ എവിടെയാണെന്ന് അറിയാൻ പാടില്ല. അതുകൊണ്ട് അതിന് ഒരു 10-12 കബറുടെ പണിയാണ് സ്ഥലമുണ്ട്. ഞങ്ങളിനി ഇവിടെ ഒന്നുകിൽ ഞങ്ങളോട് കുർബാന ചെല്ലും, ഇല്ലെങ്കിൽ ഒരു 10-15 മെത്രാന്മാരുടെ കബറുടെ പള്ളിക്കത്തുണ്ടാവും. ആ തരത്തിൽ തീരുമാനമായിട്ട് മുൻപോട്ട് പോകുന്നത് വേറെ ഒന്നിനല്ല, വഴക്കുണ്ടാക്കാനല്ല, ഇത് ശബ്ദ കോലാഹലങ്ങൾക്കല്ല, ഇത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാനല്ല, ഒരു വഴിപാട് നടത്താനുള്ള കാര്യമാണ് പറയുന്നത്. വെള്ളി രൂപം കൊണ്ടിടാം, സ്വർണ്ണരൂപം കൊണ്ടിടാം. പക്ഷേ ഒരു കുർബാന ചേർന്നൊരു വഴിപാട് ചേർന്ന പാവാണ്. എന്റെ വഴിപാട് അതായിപ്പോയി. അതുകൊണ്ട് ആ വഴിപാട് നടത്താനായിട്ട് ബഹുമാനപ്പെട്ട സർക്കാരും ഈ രാജ്യത്ത് മുഴുവൻ ആളുകൾ അവിടെ ഇരുന്ന പണം എനിക്ക് വേണ്ട, അവിടെ വരുന്ന കാശ് വേണ്ട, യാതൊന്നും കുർബാന ജില്ലയെ പറ്റിയുള്ളൂ. അത് വഴിപാട് നേർന്നു പോയതാണ്. അതുകൊണ്ട് അതിനെല്ലാവരും സഹകരിക്കണമെന്ന്, സഹായിക്കണമെന്ന് നമ്മുടെ ആളുകളോടെല്ലാം തുറന്നു നിൽക്കുന്നവരോടും അപ്പുറം പള്ളിയിലിരിക്കുന്നവരോടും ഒക്കെ ഒരു നേർച്ച നടത്താനുള്ള ആൾക്കൊരു ആഗ്രഹം വന്നാൽ അത് ദോഷം ചെയ്യുന്ന നേർച്ചയല്ല. ഇവിടെ കോഴി വെട്ടണമെന്നോ അതല്ലെങ്കിൽ ഗുരുതി നടത്തണമെന്നല്ല പറയുന്നത്, കുർബാന ചെല്ലണമെന്നാണ്. അതിനനുവദിക്കണമെന്ന് എല്ലാവരോടും വളരെ വിനയത്തോടെ ഓർമ്മിപ്പിച്ച് തൽക്കാലം ഞാനിപ്പോൾ അവസാനിപ്പിക്കട്ടെ എന്ന് അനുഗ്രഹിക്കട്ടെ.